ഇനി നമുക്കൊരു അസൈൻമെൻറ്റ് ഫ്രണ്ട് പേജ് റെഡിയാക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ വലിയൊരു സർക്കിൾ വരച്ചിട്ട് അതിൽ ഒരു റിബൺ ആട്ടോ വരയ്ക്കേണ്ടത്. നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു അസൈൻമെൻറ്റ് ഫ്രണ്ട് പേജാണ്. പക്ഷേ ഇതിൻ്റെ പുറകെ അധികം സമയം പഠിക്കാനുള്ള സമയമൊന്നും കളയല്ല കേട്ടോ. സൈഡിൽ ഇങ്ങനെ കേട്ടോ നമ്മൾ ആ റിബണിൻ്റെ ഇത് വരയ്ക്കുന്നത്. എന്നിട്ട് താഴെ നമ്മളൊരു ബോക്സ് വരയ്ക്കണം. ഇതേപോലെ നമ്മളൊന്ന് ഫുള്ള് പെൻസിൽ വെച്ച് വരയ്ക്കണം. എന്നിട്ട് ഇതേപോലെ 2 ചെറിയ സ്കെച്ച് എടുക്കണം കേട്ടോ. ചെറുതെടുത്തത് അതിൻ്റെ ടിപ്പ് തിന്നായതുകൊണ്ട് നിങ്ങൾക്ക് ചെറുതന്നെ വേണമെന്നില്ല, അതിലേതെങ്കിലും തിന്നായിട്ട് ടിപ്പുള്ള ഏതെങ്കിലും പെന്നെടുത്തിട്ട് ആ സർക്കിളിൻ്റെയും റിബണിൻ്റെയും ഇങ്ങനെ സൈഡിൽ കൂടെ ഈ ഒരു ബ്രൗൺ പെൻ വെച്ച് വരച്ച് ബാക്കി ഫുള്ള് നിങ്ങളുടെ ആ സർക്കിളിൻ്റെ ചുറ്റും വന്ന ലീഫും ചെറുതായിട്ടുള്ള ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ നമ്മൾ മൊത്തം ഒന്ന് വരയ്ക്കണം. ഇനി ആ ബോക്സിൽ ഭയങ്കര ലൈറ്റ് കളറിലുള്ള ഒരു സ്കെച്ച് എടുത്തിട്ട് നമ്മൾ ഫുള്ളൊന്ന് കളർ ചെയ്ത് കൊടുക്കുക. ഇതേ കളർ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് കളർ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം, മൊത്തം ഒന്ന് കളർ ചെയ്യണം. എന്നിട്ടൊരു ബ്ലാക്ക് കളറിലെ പെന്നെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ആ ബോക്സിൻ്റെ അവിടെ സൈഡ്സിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കണം. അവസാനം ആ മണ്ടയിൽ കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് മണ്ടയിൽ കുറച്ച് റിങ്സ് പോലെ വരച്ചു കൊടുക്കണം. നമ്മുടെ റിങ് പോലത്തെ ബുക്കില്ലേ അതിൻ്റെ ആ ഒരു രീതിയിലാട്ടോ നമ്മളിവിടെ ചെയ്യുന്നത്. മാർക്കറൊന്നും യൂസ് ചെയ്യില്ല, പെൻ വെച്ച് യൂസ് ചെയ്യുമ്പോഴാട്ടോ കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി തോന്നുക. എന്നിട്ട് ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള കളർ പെൻസിൽ എടുത്തിട്ട് ആ റിബണിൽ ഫുള്ളൊന്ന് അടിച്ചു കൊടുക്കണം. ഇനി ഒരു ലൈറ്റ് പിങ്ക് കളർ മാർക്കർ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഫ്ലവേഴ്സ് ആ സർക്കിളിനകത്ത് തന്നെ വരച്ചു കൊടുക്കണം. ഫ്ലവേഴ്സും ഡോട്ട്സും ഒക്കെ കേട്ടോ. 5 ഡോട്ട്സ് വരുന്ന രീതിയിൽ ഫ്ലവേഴ്സ് വരയ്ക്കണം, അപ്പോഴേ കാണാൻ ഭംഗി. ഇതേപോലെ ഫുള്ള് വരച്ചു കൊടുക്കണം. ഇനി നല്ല ബ്ലാക്ക് കളറിലുള്ള ഒരു മാർക്കർ എടുത്തിട്ട് നിങ്ങളുടെ ആ സബ്ജക്റ്റിൻ്റെ പേര് റിബണിനകത്ത് എഴുതി കൊടുക്കുക കേട്ടോ. എപ്പോഴും പെൻസിൽ വെച്ച് എഴുതിയിട്ട് മണ്ടേ കൂടെയാണ് മാർക്കർ വെച്ച് എഴുതുന്നത്. പക്ഷെ ഇപ്പം നിങ്ങൾ പെൻസിൽ വെച്ച് എഴുതിയിട്ട് മാർക്കർ വെച്ച് മണ്ടേ കൂടെ എഴുതുന്ന കേട്ടോ നല്ലത്. ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊന്ന് കുളമായി. പിന്നെ ഈ ഒരു ബോക്സിലാട്ടോ നമ്മൾ സബ്മിറ്റഡ് ബൈയും 2 ഒക്കെ എഴുതേണ്ടത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, പിന്നെ ട്രൈ ചെയ്യാനും മറക്കണ്ട. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.